ഓയ് നമുക്കൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നങ്ങൾ നേരിടുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കും അല്ലേ. ഞാൻ എപ്പോഴും ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ എങ്ങനെയാണ് അവരുടെ പ്രോബ്ലംസിനെ അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ചില ആളുകൾ ഭയങ്കര ബോൾഡായിട്ട് സഡൻ ആയിട്ട് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുന്നത് കാണാറുണ്ട്. ചില ആളുകൾ അതിനു വേണ്ടി രണ്ടോ മൂന്നോ റെഫറൻസ് എടുത്തിട്ട് പയ്യെ പയ്യെ തീരുമാനങ്ങൾ എടുക്കുന്നത് കാണാറുണ്ട്. ഞാനും ഇതേപോലെ ക്വിക്കായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് ചിലത് പാളി പോകാറുണ്ട്, ചിലത് നല്ല അടിപൊളി റിസൾട്ട് വരാറുമുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമുക്ക് കുഞ്ഞിലേ കിട്ടിയിട്ടുള്ള പാരൻറ്റിങ്, അതേപോലെ നമ്മുടെ മോറൽ വാല്യൂസ്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതും ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതും. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ലേഡി അവർ വിചാരിച്ചു കാണോ അത് അവരെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവർ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളത് ഭയങ്കര കീനായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഒരുപാട് ഏൺ ചെയ്യാനും പറ്റും, ഒരുപാട് ലേൺ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണല്ലോ അല്ലേ ഈ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. ആ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അതിൽ ആ ഒരു വിക്ടിം എന്ന് പറയുന്ന പേഴ്സൺ അയാൾ പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല, അയാൾ അത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റും. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിനെ നമ്മൾ വൃത്തിക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു പാരൻസിന് അവരുടെ മോനെ നഷ്ടമായി, ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ആളിപ്പം ജയിലിലാണുള്ളത്. അപ്പോൾ അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നല്ല സംഭവിക്കും നമ്മുടെ ലൈഫിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ ഒരിക്കലും ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്, അല്ലെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത് എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ, ഇതേപോലത്തെ ക്രൈംസും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.